നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദൃഢനിശ്ചയവും ഐക്യവും ഒത്തുചേർന്നാൽ എന്തും അസാധ്യമെന്ന് തെളിയിക്കുകയാണ് ആൽഫ കുട്ടനാട് സെന്ററിൽ ഫിസിയോതെറാപ്പി പരിചരണത്തിനെത്തുന്ന അനീഷ്, രാജേഷ്, സുരേന്ദ്രൻ എന്നിവർ. വ്യത്യസ്ത പ്രായത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിച്ചവരെങ്കിലും സ്ട്രോക്ക് അവരെ ആൽഫയിൽ ഒന്നിപ്പിക്കുകയായിരുന്നു. ശരീരത്തിന്റെ പാതി തളർന്നെങ്കിലും മനസ്സ് തളരാതെ ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവർ. വ്യായാമത്തിനായി തങ്ങൾക്കാവശ്യമുള്ള സ്റ്റാറ്റിക് സൈക്കിൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കേടായപ്പോൾ കാത്തിരിക്കാൻ മൂവരും തയ്യാറായില്ലെന്നു മാത്രമല്ല, സ്വയം അത് നന്നാക്കുവാനും തീരുമാനിക്കുകയായിരുന്നു. അനീഷ് മുൻപ് വെൽഡിംഗ് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. രാജേഷിനാകട്ടെ മെക്കാനിക് പണികളിൽ മുൻപരിചയവും. മൂവരും ചർച്ച ചെയ്ത ശേഷം സുരേന്ദ്രൻ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് നട്ട്, ബോൾട്ട്, ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്നിവ ശേഖരിക്കുകയായിരുന്നു. വെൽഡിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ തീർത്ത സംഘം എല്ലാ ഉപകരണങ്ങളും നന്നാക്കിയെടുത്തു. ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചു ഉമേഷും സെന്റർ ഭാരവാഹികളും ഫിസിയോതെറാപ്പിക്ക് എത്തുന്നവരും പ്രോത്സാഹനവുമായി മൂവർക്കൊപ്പവും ചേർന്നു. ഇവരുടെ നിശ്ചയദാർഢ്യത്തെ പുകഴ്ത്തുന്നതിനൊപ്പം ഫിസിയോതെറാപ്പിക്ക് എത്തുന്ന മറ്റുള്ളവർക്ക് അത് നൽകിയത് വലിയ ആത്മവിശ്വാസമാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ആൽഫ പുനലൂർ സെന്ററിൽ അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശിയും റിട്ടയേർഡ് സർക്കിൾ ഇൻസ്പെക്ടറുമായ ഷിഹാബുദ്ദീൻ കുടുംബസമേതം സന്ദർശനം നടത്തുകയും അകാലത്തിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഓർമ്മയ്ക്കായി സെന്ററിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. പ്രസിഡന്റ് അനിൽകുമാർ, ഭാരവാഹികളായ ബാബുക്കുട്ടൻ, അഷ്റഫ്, അജയൻ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം, പുനലൂർ സെന്ററുകളിൽ ഇന്റേൺഷിപ്പിനായി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ എത്തി. കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിലെ അവസാന വർഷ BSW വിദ്യാർത്ഥികളായ 7 പേരാണ് ഇന്റേൺഷിപ്പിന് എത്തിയത്. പാലിയേറ്റീവ് കെയറിനെ പറ്റിയും ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജെ എന്നിവർ വിശദീകരിച്ചു. തൃശൂർ കാരമുക്ക് സ്വദേശി കാരയിൽ ദിവാകരൻ ഭാര്യ സത്യയുടെ സ്മരണയ്ക്കായി ആൽഫ അന്തിക്കാട് സെന്ററിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവന നൽകി. സെന്റർ പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്റർ ഫണ്ട് ഏറ്റുവാങ്ങി. സെന്ററിന്റെ പരിചരണത്തിലിരുന്ന ഭാര്യ 1 വർഷം മുമ്പായിരുന്നു മരണമടഞ്ഞത്. 1ാം ശ്രാദ്ധ ദിനത്തിന്റെ ഭാഗമായി കുടുംബം ആൽഫയ്ക്ക് സംഭാവന നൽകുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.